പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് എന്തെന്നറിയാമോ? അഞ്ജലി നായർ എന്ന് പറയുന്ന സിനിമാ നടിയോ എന്തോ ആണോ ആരോട്ടെ, എനിക്കെന്തായാലും ഈ സ്ത്രീയെ അറിയില്ല. ഈ അഞ്ജലി നായർ അവരുടെ മകള് ഋതുമതിയായി, അതായത് ബെൻസസായനം പറയുന്നൊരു ഭാഷയാണല്ലോ, കുട്ടികൾ കൗമാരത്തിലേക്ക് കടന്നു, അതിൻ്റെ ആ ഒരു ചടങ്ങ് അവരത് വലിയ ആഘോഷമായിട്ട് തന്നെ നടത്തി. അതിൻ്റെ ഒരു കുറിപ്പ് പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിൽ. ഇനി ആ പങ്കുവെച്ച കുറിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു സുഡാപ്പിണിയുടെ ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണെന്നറിയാമോ? VK ഷാഹിന, അവർ മുസ്ലിം സ്ത്രീയാണ് എന്നുള്ളത് നമുക്കറിയാം. ആർത്തവം തുടങ്ങിയത്രേ, ആഘോഷിക്കാതെ തരമില്ലല്ലോ, നാലാളെ അറിയിക്കണമല്ലോ, വെളിച്ചം കാണാത്ത ഇടങ്ങളിൽ രോമം മുളച്ച കാര്യം കൂടി പന്തൽ കെട്ടി ആളെ അറിയിക്കുന്ന കാലം തിരിച്ചു വരികയാണ്, വഴികാട്ടിയായൊരു വാരിക പരസ്യം ചെയ്യാനും. 21-ാം നൂറ്റാണ്ട് ഡാഷിലെ ആചാരങ്ങൾ, അതായത് ഈ വനിത എന്ന് പറയുന്ന ഈ മാസികയാണ് ഇവരുടെ ഈ കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. തൻ്റെ മകള് ഋതുമതിയായി എന്നുള്ള ആ ഒരു സന്തോഷം, ഇതൊക്കെ ഹൈന്ദവ സംസ്കാരത്തിൽ പെട്ടതാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. അത് ഇനിയിപ്പോൾ നോക്കാം നമുക്ക്. ഇവരുടെ ഇതിനടിയിൽ വന്നൊരു കമൻ്റ് ഉണ്ട് മക്കളെ, ഒരു 1.5 കമൻ്റാണ്. ആ കമൻറ്റുകൾ, ഒരുപാട് കമൻറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നു. ഷിജു തറയിൽ എന്ന് പറയുന്നൊരു വ്യക്തി ഇട്ട കമൻറ്റ്: മകൻ്റെ അണ്ടിച്ചത്ത് കല്യാണം ആഘോഷിച്ച ചേച്ചിക്ക് ഇത് പറയാൻ യോഗ്യത ഉണ്ട്. അതായത് അണ്ടിച്ചത്ത് എന്നുള്ളത് അദ്ദേഹം സുന്നത്ത് കല്യാണത്തിനെ ഒന്ന് നാടൻ ഭാഷയിൽ, നമ്മുടെ MM മണിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. മകൻ്റെ അണ്ടിച്ചത്ത് കല്യാണം ആഘോഷിച്ച ചേച്ചിക്ക് ഇത് പറയാൻ യോഗ്യതയുണ്ട്. അതായത് മുസ്ലിങ്ങളിലെ ആൺകുട്ടികളെ മതം തിരിച്ചുകൊണ്ട് തന്നെ വേഷത്തിലായാലും രൂപത്തിലായാലും എല്ലാത്തിലും ഞമ്മൻ മുസ്ലിമാണ് തിരിച്ചറിയാൻ വേണ്ടി, ഇനി അതല്ല വരാനിരിക്കുന്ന പെഹൽഗാം പോലെ ആക്രമണം നടക്കുമ്പോൾ തുണി പൊക്കിക്കൊണ്ട് കൊന്നൊടുക്കുന്ന സമയത്ത് ഇത് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഐഡൻറ്റിറ്റി, അതായത് ഇവർ ലോകത്താകമാനം കീപ്പ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഈ സുന്നത്ത്. അല്ലാതെ ദൈവം എല്ലാം പൂർണ്ണമായിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത്, ദൈവം പൂർണ്ണതയുടെ പര്യായമാണ് എന്നൊക്കെ നമ്മളെല്ലാവരും പറയും. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ഐഡൻറ്റിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ്? കൃത്യമായിട്ടും ഞമ്മൻ പ്രത്യേക ഒരു വിഭാഗമാണ്, ഞമ്മൻ്റെ ഇത് മുക്കാലാണ്. അത് പരിശോധിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ ഒക്കെ ചെയ്യാമെന്നുള്ളത്. എന്തായാലും ഷിജു തറയിലിൻ്റെ കമൻറ്റ് ഗംഭീര കമൻറ്റ് തന്നെയാണ്. സുന്നത്ത് കല്യാണം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷയിൽ നമ്മളെ MM മണി പറയുന്ന പോലെ തന്നെ അണ്ടിച്ചത്ത് കല്യാണം ആഘോഷിച്ച ഈ ഷാഹിന എന്ന് പറയുന്ന സുഡാപ്പിണി സ്ത്രീയാണ് അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരവരുടെ മകളുടെ ഋതുമതി അതിൻ്റെ ആഘോഷമായിട്ട് ചിത്രങ്ങൾ പങ്കുവെച്ച ആ ഒരു വനിതയിൽ വന്നിട്ടുള്ള ആ ഒരു പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വെറ്റകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം. ഞമ്മൻ എന്ത് ചെയ്താലും അത് ഗംഭീരം, എന്നാൽ മറ്റു മതസ്ഥർ ചെയ്താലോ അതൊന്നും ഞമ്മന് സമ്മതിക്കില്ല, അതൊന്നും ഞമ്മൻ്റെ കിതാബിൽ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഞമ്മൻ്റെത് മാത്രമാണ് മഹത്വരം, 5 നേരം കെട്ടി വിളിച്ചലറുന്നുണ്ടല്ലോ, ഞമ്മനാണ് മഹോന്നതൻ, ഞമ്മനാണ് മഹോന്നതൻ, നിങ്ങളൊന്നൊന്നും മഹോന്നതല്ല എന്നും പറഞ്ഞാൽ 5 നേരം വിളിച്ചലറുന്ന എന്തിനാണ്? അവിടെയാണ് നമ്മൾ ഈ തെരുവിലൊക്കെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന തെരുവ് കച്ചവടക്കാരെ കണ്ടില്ലേ, ക്വാളിറ്റിയുള്ള സാധനമാണോ അത്? എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല നമ്മൾ, പക്ഷെ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്തായിരിക്കും, അലറി വിളിച്ച ആളുകളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആകർഷണം നടത്തുന്ന ശബ്ദകോലാഹലം നടത്തിക്കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക, അങ്ങനെ കച്ചവടം നടത്തുക. അത് തന്നെയാണ് ഈ സുഡാപ്പികളായാലും സുഡാപ്പിണികളായാലും ഈ മദ്രസ വാണങ്ങളുടെയൊക്കെ പരിപാടി എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.